ഹേയ് ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണ്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ പിറന്നാളാണ്. ആൾക്ക് 3 വയസ്സ് തികഞ്ഞു. ഇന്ന് നാളാണ് കേട്ടോ. ഡേറ്റ് ഓൾറെഡി ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാളാണ്. അപ്പോൾ അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ അത് ഇഡ്ഡലി ആക്കി വെക്കുന്നുണ്ട്. സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നുറുക്കാണ് അമ്മ. ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കാണ്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു സദ്യ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വേണമെങ്കിലും തള്ളല്ല, ശരിക്കുള്ള കാര്യമാണ്. എനിക്ക് സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്ത് പരിപാടി വന്നാലും സദ്യ പരിപാടി, വെജിറ്റേറിയൻ പരിപാടിയൊക്കെ കൂടുതൽ ചെയ്യാൻ ഞാനാണ്. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, ചേമ്പും ചേനയും മത്തനും ഒക്കെ എടുത്തിട്ടുണ്ട്. നാത്തൂൻ്റെ കയ്യിൽ ഞാൻ ക്യാബേജ് നുറുക്കാൻ കൊടുത്തിട്ടുണ്ട്. ആളതുമായിട്ടൊരു മൽപ്പിടുത്തം തന്നെ പിടിക്കുന്നുണ്ട് വലിയാണ്ടേ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിയലിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ ഷോർട്സിൽ. അത് കാരണം പിന്നെ റെസിപ്പി ഒന്നും പറയണില്ല. ഇതൊക്കെ ആക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ ലാസ്റ്റ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ക്യാബേജ് ഉപ്പേരി ശരിക്കും നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ക്യാബേജ് ഉപ്പേരി അല്ല, തൃശ്ശൂർ സ്റ്റൈൽ ക്യാബേജ് ഉപ്പേരിയാണ്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ നമ്മൾ നാളികേരത്തിൽ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചതക്കില്ലേ. ഇവിടെ ജീരകവും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കില്ല. വെറുതെ ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, നാളികേരം കൂടെ മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ റെസിപ്പിയാണ്. അത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ പോയി തൊഴുതു. തിരിച്ച് പറഞ്ഞ വഴിക്ക് ഞങ്ങൾക്ക് വല്യമ്മേനെ കിട്ടി. ഇതാട്ടോ പിറന്നാൾ കൂട്ടി. കൈ കണ്ട് കാണിച്ചു പറയേ ഹായ് എന്ന് പറയേ. ഇനി നമുക്ക് പായസമായിട്ട് ഉണ്ടാക്കേണ്ടത്. പാലടയാണ് നമ്മുടെ പായസം. അങ്ങനെ പാലട പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഇലയൊക്കെ മുറിച്ച് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളിതേ കേക്കൊക്കെ മുറിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.